പ്രതിരോധ രംഗത്ത് വൻ മുന്നേറ്റം നടത്തി ഇന്ത്യ. 2023-24 സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ ഉൽപാദനത്തിൽ ഇന്ത്യ എക്കാലത്തെയും ഉയർന്ന വളർച്ച നേടിയിരിക്കുന്നു. ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ രാജ്യം നയപരമായ നടപടികൾ നടപ്പിലാക്കിയിരുന്നു. തുടർന്നാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഏകദേശം 1.27 ലക്ഷം കോടി രൂപയാണ് ആഭ്യന്തര ഉൽപാദനം ഉയർന്നത്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ലക്ഷ്യവുമായി രാജ്യം മുന്നോട്ടു പോകുന്നു. അതിനിടയിലാണ് ഈ നിർണായക നേട്ടം പ്രതിരോധ മേഖല സ്വന്തമാക്കിയത്. നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനവും അറിയിച്ചിട്ടുണ്ട്. 2023-24 മൊത്തം ഉൽപാദന മൂല്യത്തിന്റെ 79.2% പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും സംഭാവന ചെയ്താണ്. ഒരു കാലത്ത് കയറ്റുമതി രംഗത്തെ അധികായരായിരുന്ന ചൈന ഇന്ത്യയുടെ വളർച്ച കണ്ട് അമ്പരന്നിരിക്കുകയാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടാതായത് ചൈനയുടെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. നിലവിൽ 85-ലേറെ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. മേഖലയിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നേരത്തെ FDI നയം സർക്കാർ ഉദാരമാക്കിയിരുന്നു. പ്രതിരോധ മേഖലയിൽ 74% വരെ വിദേശ നിക്ഷേപം അനുവദിച്ചിട്ടുണ്ട്. 100% വിദേശ നിക്ഷേപം സർക്കാർ മേഖലയിലും അനുവദിച്ചിട്ടുണ്ട്. പ്രതിരോധ നിർമ്മാണ വ്യവസായത്തിൽ ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്താനും സുതാര്യത കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതെല്ലാം ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തലുകൾ. തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലും പ്രതിരോധ വ്യവസായ ഇടനാഴികളും സർക്കാർ സ്ഥാപിച്ചു. രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപാദനം ആദ്യമായി 1 ലക്ഷം കോടി രൂപയിൽ അധികമായത് 2023-ലാണ്. 2029 എത്തുമ്പോഴേക്കും ഇത് 3 ലക്ഷം കോടി രൂപയിൽ എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. MSME-കളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും സംയോജനം ഉൾപ്പെടെ നിരവധി നയപരിഷ്കാരങ്ങളാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ബിസിനസ് എളുപ്പമാക്കുന്നതിനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു പതിറ്റാണ്ടിനിടെ പ്രതിരോധ മേഖലയിലെ വ്യവസായങ്ങൾക്ക് നൽകിയ ലൈസൻസുകളുടെ എണ്ണത്തിൽ 200% വർധനയും ഉണ്ടായിട്ടുണ്ട്.